ടെമ്പർ ടാൻട്രംസ് എന്ന് പറയുന്നത് സാധാരണ കുട്ടികളിൽ കാണുന്ന അവരുടെ നോർമൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായി തന്നെ കണ്ടുവരുന്ന ഒരു സ്വഭാവവിശേഷമാണ്. 1 വയസ്സ് മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികളിലാണിത് കാണുന്നത്. അവർക്ക് അവരുടെ ഇമോഷൻസിനെ പുറത്തോട്ട് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്ന അവസ്ഥയിൽ, അതായത് അവരുടെ ഫ്രസ്ട്രേഷൻസ്, അവരുടെ ദേഷ്യം അങ്ങനെ വരുമ്പോൾ അവർക്ക് പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മൾ ടെമ്പർ ടാൻട്രംസ് കാണുന്നത്. ടെമ്പർ ടാൻട്രംസ് എന്ന് പറയുമ്പോൾ കുട്ടികൾ പെട്ടെന്ന് വേണ്ട ഒരു കാര്യം അവർക്ക് കിട്ടാതെ വരികയോ അല്ലെങ്കിൽ അവരൊരു കളിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവരെ പെട്ടെന്ന് പഠനത്തിലേക്കോ അല്ലെങ്കിൽ കുളിക്കാനോ ഭക്ഷണം കഴിക്കാനോ വിളിക്കുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ആ വ്യത്യാസത്തിൽ അവർക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടായി അവർ പ്രകടിപ്പിക്കുന്നതാണ് ഈ ടെമ്പർ ടാൻട്രംസ് എന്ന് പറയുന്നത്. മാതാപിതാക്കളായ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ ടെമ്പർ ടാൻട്രംസ് ഒരു പരിധി വരെ വളരെ നോർമലായിട്ട് എല്ലാ കുട്ടികളിലും കണ്ടുവരുന്ന ഒരു സ്വഭാവമാണ്. അത് നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് അതൊരു വലിയ സ്വഭാവ വൈകല്യമായി അല്ലെങ്കിൽ ഒരു ബിഹേവിയറൽ ഡിസോർഡറായിട്ട് മാറുമോ എന്ന് തീരുമാനിക്കുന്നത്. ഇങ്ങനെ കുട്ടികൾ ടെമ്പർ ടാൻട്രംസ് കാണിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ. ഒന്ന്, പ്രധാനമായിട്ടും കുട്ടികൾ എന്തെങ്കിലും ഒരു കാര്യം നേടാൻ വേണ്ടി വാശി പിടിച്ച് കരയുകയാണെങ്കിൽ അപ്പോൾ ഉടനെ നമ്മൾ കുട്ടിയെ ശാന്തമാക്കാൻ വേണ്ടി അവർ ആവശ്യപ്പെടുന്ന കാര്യം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അത് അവർ വീണ്ടും വീണ്ടും ഇങ്ങനത്തെ സ്വഭാവം പ്രകടിപ്പിക്കുവാൻ ഒരു അവസരമായിട്ട് എടുക്കുക തന്നെ ചെയ്യും. രണ്ടാമതായിട്ട്, നമ്മൾ കുട്ടികൾ പെട്ടെന്ന് ഒരു പബ്ലിക് എൻവയൺമെൻറ്റിൽ പെട്ടെന്ന് കുട്ടികൾ ദേഷ്യപ്പെടുകയും നിലത്ത് കിടന്ന് ഉരുളുകയും ഒക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ ഇമോഷണലായി ഉറക്കെ അലറി വിളിക്കുകയും അവരോട് മിണ്ടാതിരിക്കാൻ പറയുകയും ശാസിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ എമോഷണൽ ബേസ്റ്റ് കുട്ടികൾ അതുപോലെ പകർത്തുകയും അവർ മറ്റുള്ള അവസ്ഥകളിൽ അവരും ഇമോഷണൽ ബേസ്റ്റായിട്ട് സംസാരിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യും. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, കുട്ടികൾ ഒരു കാര്യം, ഒരു ടെമ്പർ ടാൻട്രംസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ പെട്ടെന്ന് പോയി അവരെ എടുത്ത് അവരുടെ മുഖത്ത് നോക്കി അവരോട് നമ്മൾ അങ്ങനെ ചെയ്യരുത്, അവരെ ഉപദേശിക്കാനോ ശാസിക്കാനോ അല്ലെ അത് ശരിയായ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയാനോ പോകരുത്. അതേസമയം കുട്ടികൾ ഇങ്ങനെ ടെമ്പർ ടാൻട്രംസ് കാണിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ അവർക്കൊരു ടൈം ഔട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഒരു കുഞ്ഞു കുട്ടിയാണെങ്കിൽ പെട്ടെന്ന് അവരെ ഒന്ന് ഡിസ്ട്രാക്റ്റ് ചെയ്യാം. വളരെ ചെറിയ കുട്ടികൾ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവും, പെട്ടെന്ന് അവരുടെ ദേഷ്യം മാറുകയും പുതിയൊരു കാര്യത്തിലേക്ക് അവരുടെ ശ്രദ്ധ മാറുകയും ചെയ്യും. കുറച്ച് മുതിർന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് അവരെ നമ്മുടെ ഇരിക്കുന്ന മുറിയിൽ തന്നെ ഒരു കോർണറിൽ തന്നെ ഇരുത്തുകയോ അല്ലെങ്കിൽ ഇച്ചിരി വലിയ കുട്ടികളാണെങ്കിൽ സേഫായിട്ടുള്ള വേറൊരു മുറിയിൽ അവരെ തന്നെ ഇരുത്തി നമ്മൾ അവരെ ശ്രദ്ധിക്കുന്നില്ല എന്ന് അവർക്ക് തോന്നുകയാണ് വേണ്ടത്. അപ്പോൾ 5 മിനിറ്റോ അല്ലെങ്കിൽ 15 മിനിറ്റോ നേരം അവരുടെ ഇമോഷണൽ ബേഴ്സ് എല്ലാം പ്രകടിപ്പിച്ചതിന് ശേഷം അവർ ശാന്തരായി അവർ നമ്മളുടെ അടുത്ത് വരുന്ന സമയത്ത് വേണം നമ്മൾ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ. അങ്ങനെ നമ്മൾ മാതാപിതാക്കളായ നാം ഇതൊരു നോർമലായിട്ട് നടക്കുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് സമാധാനത്തോടെ കാമായിട്ട് അവരോട് പെരുമാറുകയാണെങ്കിൽ പല കുട്ടികളും അവരുടെ ഇമോഷണൽ ഡെവലപ്മെൻറ്റിൽ അവർക്ക് വരുന്ന വികാരങ്ങളെ ശരിയായ രീതിയിൽ പ്രകടിപ്പിക്കാനുള്ള കഴിവ് ലഭിച്ച് വരുന്നതായിട്ട് അവർ വളർന്നു വരും. അപ്പം നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ വളരെ സമാധാനത്തോടെ ഇടപെടുകയും ചെയ്യുകയാണ് വേണ്ടത്.